ഇലക്ട്രൽ ബോണ്ട് വഴി പണം തട്ടിയെന്ന കേസിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെയുള്ള അന്വേഷണത്തിന് സ്റ്റേ. കർണാടക ഹൈക്കോടതിയാണ് അന്വേഷണം തടഞ്ഞത്. ജനാധികാര സംഘർഷ സംഘടനയുടെ അംഗമായ ആദർശ് അയ്യരാണ് നിർമ്മല സീതാരാമനെതിരെ കോടതിയെ സമീപിച്ചത്. ഫെബ്രുവരിയിൽ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയായിരുന്നു അഭിഭാഷകൻ കൂടിയായ ആദർശ് അയ്യർ കോടതിയെ സമീപിച്ചത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ നടന്നത് തീവെട്ടിക്കൊള്ളയാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ അതിൽ പങ്കാളിയാണെന്നുമായിരുന്നു ആദർശ് അയ്യരുടെ ആരോപണം. ഈ ഹർജി പരിഗണിച്ചാണ് നിർമ്മല സീതാരാമനെതിരെ കേസെടുക്കാൻ ബാംഗ്ലൂരുവിലെ പ്രത്യേക കോടതി നിർദ്ദേശിച്ചത്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, നളിൻ കുമാർ കട്ടീൽ, BY വിജയേന്ദ്ര എന്നിവരാണ് മറ്റു പ്രതികൾ. കോടതി ഉത്തരവ് പുറത്തുവന്നതിന് പിന്നാലെ നിർമ്മല സീതാരാമന്റെ രാജി ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തിയിരുന്നു. ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിൽ നിർമ്മല സീതാരാമനെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി സിദ്ധരാമയ്യ പറഞ്ഞു. നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിയാണ്. അവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ ഇലക്ട്രൽ ബോണ്ട് വഴി പണം തട്ടിയിട്ടുണ്ടെന്നും ആ വിഷയത്തിലാണ് കേസെടുത്തിരിക്കുന്നതെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു. അതേസമയം നിർമ്മല സീതാരാമനെ സംരക്ഷിച്ച് BJP രംഗത്തു വന്നിരുന്നു. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇലക്ട്രൽ ബോണ്ടിന്റെ മറവിൽ ക്രിമിനൽ നടപടികളൊന്നും നടന്നിട്ടില്ലെന്നും BJP വിശദീകരിച്ചു. ഇലക്ട്രൽ ബോണ്ട് പാർട്ടിയുടെ നയപരമായ കാര്യമാണെന്ന് വ്യക്തമാക്കിയ BJP മുടഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കടന്നാക്രമിക്കുകയും ചെയ്തു.